ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട തൃശൂർ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിക്കായി നീക്കങ്ങൾ സജീവം. സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവർക്ക് ജനപിന്തുണ ഉറപ്പാക്കാൻ നവമാധ്യമങ്ങളിലൂടെ പ്രത്യേക വോട്ടെടുപ്പ് നടത്തിയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ പ്രവർത്തനം. സ്ട്രോപോൾ ആപ്ലിക്കേഷനിലൂടെ നടത്തിയ വോട്ടെടുപ്പിൽ യുവ നേതാവ് TR ശ്രീജിത്താണ് ഒന്നാമതുള്ളത്. വോട്ടെടുപ്പുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് AICC അംഗം NK സുധീർ പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ആലത്തൂർ MP-യായി മന്ത്രി K രാധാകൃഷ്ണൻ വിജയിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് ചേലക്കരയിൽ. 25 വർഷമായി കോൺഗ്രസിന് ബാലികേറ മലയാണെങ്കിലും മണ്ഡലത്തിൽ ഇത്തവണ ഏതു വിധേനയും സ്ഥാനാർത്ഥിയാകാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടിയിലെ ചില നേതാക്കൾ. ഇതിനിടയിലാണ് നവമാധ്യമങ്ങളിലൂടെ ജനപിന്തുണ ഉറപ്പാക്കാനും സ്ഥാനാർത്ഥിത്വം നേടാനുമുള്ള ചിലരുടെ നീക്കങ്ങൾ. അഭിപ്രായ രൂപീകരണത്തിനും വോട്ടെടുപ്പിനുമായുള്ള സ്ട്രോപോൾ ആപ്ലിക്കേഷൻ വഴിയാണ് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള 15 നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് വോട്ടെടുപ്പ്. ചേലക്കര നിയോജകമണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് വോട്ടെടുപ്പിനായി ഉപയോഗിച്ചത്. ആലത്തൂർ മുൻ MP, AICC, KPCC, DCC, ദളിത് കോൺഗ്രസ് നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതുവരെ നടന്ന സ്ട്രോപോൾ വോട്ടെടുപ്പിൽ ഇവരെയെല്ലാം പിന്തള്ളി ജില്ലയിലെ മുതിർന്ന നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ TA രാധാകൃഷ്ണന്റെ മകൻ ശ്രീജിത്ത് TR ആണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ 2ാം സ്ഥാനത്തും മുൻ MP രമ്യ ഹരിദാസ് 3ാം സ്ഥാനത്തും എത്തിയിരിക്കുന്ന വോട്ടെടുപ്പിൽ ചേലക്കരയിലെ തന്നെ മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ തുളസി ടീച്ചർ 7ാം സ്ഥാനത്തും CC ശ്രീകുമാർ 9ാം സ്ഥാനത്തുമാണുള്ളത്. എന്നാൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമോ നേതാക്കൾ അറിഞ്ഞോ അല്ല ഈ വോട്ടെടുപ്പ് നടക്കുന്നതെന്നാണ് AICC അംഗം NK സുധീറിന്റെ വിശദീകരണം. സത്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇങ്ങനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു സർവേ നടത്തുന്ന പല വിധത്തിലുള്ള സർവേകളും പലവരും നടത്താറുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഒഫീഷ്യലി അങ്ങനെ സത്യത്തിൽ അങ്ങനെ നടത്താൻ പാടില്ല. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. ഇത് അവിടുത്തെ ലോക്കൽ എന്തോ സെറ്റപ്പിൽ അവർ ചെയ്യുന്നതാണ്. അതൊന്നും ഒഫീഷ്യലല്ല. പക്ഷേ കോൺഗ്രസ്സിന് അവർക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. അതിനെ ഡീവിയേറ്റ് ചെയ്തവർ പോകില്ല. ഇത് കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ആണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചത് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയണം. അപ്പോൾ ഇങ്ങനൊരു സർവേക്ക് ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൃശൂരിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചതാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന അനുകൂല ഘടകം. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിലെ നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക് കാത്തുനിൽക്കാതെ സ്ഥാനാർത്ഥിത്വത്തിനായി നീക്കങ്ങൾ നടത്തുന്നത്. അതേസമയം സംഘടനാ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടിയുടെ പ്രധാന നേതാക്കളടക്കം ഉൾപ്പെടുന്ന നവമാധ്യമ ഗ്രൂപ്പുകളിൽ ഇത്തരമൊരു നീക്കം നടന്നിട്ടും അതിനെ വിലക്കാനോ എതിർക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, തൃശൂർ.